എന്താ? ഞാൻ നമ്മുടെ വീടിന്റെ പ്ലാൻ ഒന്ന് നോക്കുക. നമുക്ക് ആ സ്ഥലം അങ്ങ് വിറ്റാലോ? അതിന് അഡ്വാൻസ് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. രജിസ്ട്രേഷന് 3 മാസം കൂടി ഉള്ളൂ. ഒരു ഐഡിയയും കിട്ടണില്ല. നീ വല്ലതും അറിയണ്ട. ഓ, ഞാൻ പറഞ്ഞത് അതല്ല. നമുക്ക് ആ കാശങ്ങ് തിരിച്ചു വാങ്ങി വേറൊരു സ്ഥലം വാങ്ങിച്ചാലോ എന്നാ. എനിക്ക് ആ പ്ലാൻ ഒന്നും അത്ര ഇഷ്ടായില്ല. ഇത് തന്നെ കൊക്കിലൊതുങ്ങൂല. നീ ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷറിയസ് വില്ലേക്ക് ആയിരിക്കും. ഈ ഫ്ലാറ്റിന്റെ റെന്റ് തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റണില്ല. അത് തന്നെ ഒരു കണക്കിന് ഒപ്പിക്കുന്നത്. അതിന് നിന്റെ ഒരു കെയറും കൂടി വേണം. അൺവാണ്ടഡ് തിങ്സ്, എക്സ്പെൻസസ് എല്ലാം അവോയ്ഡ് ചെയ്യണം. എന്തിനീ വേണ്ടാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത്? അപ്പൊ നീ ഡ്രിങ്ക്സ് കഴിക്കുന്നതോ? നിന്റെ വലിയ ആഗ്രഹമായിരുന്നില്ലേ വാട്ടർ ഫ്രണ്ട് വില്ലാസ് ഒക്കെ വേണമെന്ന്? അതെന്തായാലും നടക്കൂല. എന്തായാലും വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടിയില്ലേ? എന്റെ ലിയോ, അതൊന്നുമല്ല കാര്യം. പണം വേണം. അതുണ്ടാക്കാനുള്ള വഴി നോക്കണം. നമ്മുടെ കല്യാണം കഴിയുമ്പോൾ നിനക്കുണ്ടായിരുന്ന ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ സ്റ്റേറ്റ്സിലും UK ഒക്കെ അല്ലേ? അത് ഒന്നിച്ചു പഠിച്ചോര് ട്രൈ ചെയ്ത നിനക്കും ആവായിരുന്നില്ലേ? ഞാൻ പറയണത് അതാ. എന്റെ അഭി എല്ലാവർക്കും ഒരേപോലെ ഒന്നും ആവാൻ പറ്റൂല. ശരി, ഞാൻ ഒന്നും പറയുന്നില്ല. കം ടു ദ റിയാലിറ്റി. വി ആർ ഓൾ ലക്കി പീപ്പിൾ. കിടന്നുറങ്ങാൻ പോലും സൗകര്യമില്ലാത്ത എത്രയോ പേര് ഭൂമിയിൽ ജീവിക്കണ്ടെന്നറിയോ? എനിക്ക് കേക്കണ്ട നിന്റെ ഫിലോസഫി. ഫിലോസഫി വേണ്ടെങ്കിൽ വേണ്ട, ബയോളജി ആവല്ലോ. ഡിയർ പേരൻസ്, നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ സ്പോർട്സ് മൾട്ടിപ്ലെക്സ് എന്ന പ്രസ്റ്റീജ് പ്രോജക്റ്റിൻ്റെ 2ാം ഘട്ട ആലോചന യോഗമെന്ന നിലയ്ക്കാണ്. ഇതിനു മുൻപ് നടന്ന പാരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ വൈഡ് മീറ്റിംഗിൽ പ്രസൻറ്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പാരൻസിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് വിലയിരുത്താനാണ് ഈ ഡിവിഷൻ വൈസ് മീറ്റിംഗ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസ്സുകളുടെ മീറ്റിംഗ് നടന്നു കഴിഞ്ഞു. പാരൻസിൽ നിന്നും നല്ല റെസ്പോൺസാണ് കിട്ടിയത്. LKG UKG സ്റ്റുഡൻസിൻ്റെ പാരൻസായ നിങ്ങളിൽ നിന്നും അത് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു ഹ്യൂജ് എമൗണ്ട് ആവശ്യമായ പ്രോജക്റ്റാണിത്. നിങ്ങളുടെ കംപ്ലീറ്റ് കോഓപ്പറേഷൻ ഈ പ്രോജക്റ്റിനുണ്ടാവണം. കോൺട്രിബ്യൂഷൻ എമൗണ്ട് വിത്തൗട്ട് ഇൻട്രസ്റ്റ് ആയി ആണെങ്കിൽ പോലും സ്റ്റുഡൻറ് ഈ സ്കൂളിൽ നിന്ന് റിലീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കുമെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും പേരിവിടെ വായിക്കാം. പാരൻസിന് എഴുന്നേറ്റ് നിന്ന് അവരവരുടെ ഓഫറുകൾ പറയാവുന്നതാണ്. ആദർശ് മോഹൻ 2 lakhs. ഉജ്ജ്വൽ എസ് മേനോൻ 2.4 lakhs. സാനിയ മാത്യു 2.5 lakhs. മിഥുൻ വിജയ് 2.5. പ്രിയങ്ക ലിയോ ജോൺ 3 lakhs. 3 lakhs. സോറി, നോട്ട് 3 lakhs. 50,000. ഓ, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഓഫർ. 5 lakhs. 2 lakhs. 4 lakhs. എന്തായാലും അത് കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്നോടൊന്ന് വിളിച്ച് പറയായിരുന്നു. എങ്കിൽ പിന്നെ ലിയോക്ക് മീറ്റിങ്ങിന് വന്നൂടായിരുന്നോ? 50,000 എന്നൊക്കെ പറഞ്ഞ ആദ്യം കുറച്ച് ഓഫർ ചെയ്യുന്നത് നാണക്കേടല്ലേ എന്റെ ലിയോ? ഓരോരുത്തർ ലേലം വിളിക്കുന്ന പോലെയാ 1 lakh 2 lakh എന്നൊക്കെ ഓഫർ കൊടുത്തത്. അവർക്കൊക്കെ പിന്നെ എന്ത് ആവാലോ. നോട്ട് ഇട്ട് ചെതലരിക്കാതിരിക്കാൻ അത് നല്ലത്. പക്ഷെ നമ്മുടെ കാര്യം അതാണ്. ഞാൻ ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? എനിക്ക് സാലറി മാത്രമല്ലേ ഉള്ളൂ, ഇൻസെന്റീവ് ഇല്ലല്ലോ. വല്ല റിസർവ് ബാങ്ക് ഗവർണറുടെ മോളെയും കിട്ടിയാൽ മതിയായിരുന്നു. ചോദിക്കുമ്പോൾ ഇറക്കി തന്നേനെ. വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ, നമ്മുടെ മോക്ക് വേണ്ടിയിട്ടല്ലേ. പിന്നെ റെപ്യൂട്ടഡ് സ്കൂളാവുമ്പം ഇതൊക്കെ യൂഷ്വലാ. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, വല്ല തല്ലിപ്പൊളി സ്കൂളിലും കൊണ്ട് മോളെ ചേർക്കാം. ആകെ ഒരു മോളല്ലേ ഉള്ളൂ, 4 5 ഒന്നും അല്ലല്ലോ. അതെന്റെ കുറ്റമാണോ? നീ സമ്മതിക്കണ്ടേ? ₹30 ഞാൻ കൊടുത്തോളാം. പത്തുണ്ടോ? ഒരു ടിപ്പ്. ഛേ,
ആ ലിയോ വരൂ. ഇരിക്ക്. താങ്ക് യു. അഭിരാമി എവിടെ? അവള് ഫ്ലാറ്റിലുണ്ട്. ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാ, മുകളിലേക്ക് കയറിയില്ല. ലിയോക്ക് എന്താ കുടിക്കാൻ വേണ്ടേ? അയ്യോ ഒന്നും വേണ്ട. ഞാൻ സാന്ദ്രയെ കണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത്. എന്താ ലിയോ? പറയാൻ കുറച്ച് ചമ്മലുണ്ട്, പക്ഷെ നിവർത്തിയില്ല. പറഞ്ഞോ. ഒരു 50,000 റുപ്പീസ് വേണമായിരുന്നു. ഇൻസെൻറ്റീവ് കുറച്ച് കിട്ടാനുണ്ട്. കിട്ടുമ്പോൾ അത് ഉടനെ തിരിച്ചു വന്നോളാം. ഇത് പറയാനാണോ ഇത്രയും ബുദ്ധിമുട്ടിയത്? ഒന്നുമില്ലേലും കുട്ടിക്കാലം മുതലേ നമ്മൾ കാണുന്നവരല്ലേ, ഒരേ നാട്ടില് ഒരേ സ്കൂളില്. ആട്ടെ, എന്താ ഇത്ര അത്യാവശ്യം? മോൾക്ക് സ്കൂളില് ഓ, ഒരു മിനിറ്റ്. അതെ, കയ്യിലുള്ളത് തികയില്ല. ലിയോ കളക്ട് ചെയ്തോളല്ലോ. താങ്ക് യു. ഓ, സ്വീകരിച്ചു. ഞാൻ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ആ ഇന്നെന്താ നേരത്തെ എത്തിയോ? എന്താ ഇന്ന് ടെൻഷനൊന്നുമില്ലായിരുന്നോ? ഇതെന്താടി തെയ്യോ? നീ പോയി നിന്റെ മുഖം വാഷ് ചെയ്തേ. നിന്റെ എക്സ്പ്രഷൻ എനിക്ക് മനസ്സിലാവണല്ലോ. കാണാൻ ഒരു ലേഡി ഡെവിൾ പോലുണ്ടല്ലേ. നിന്റെ അടുത്തൊക്കെ ഈ മുഖം നല്ലത്. പിങ്കി ഉറങ്ങിയ? ആ, അവളെ 7 മണിക്ക് കിടന്നു. തലവേദന എന്നും പറഞ്ഞു. പഠിക്കാനുള്ള മടിയാ. ക്യാഷിന്റെ കാര്യം വല്ലതും ആയോ? അത് ഞാൻ നിന്റെ അടുത്ത് ചോദിക്കായിരിക്കായിരുന്നു. നീ ഓഫീസിൽ വല്ലയിടത്തും ചോദിച്ചാ? ഞാൻ ചോദിച്ചില്ല, എനിക്ക് മടിയാ. എന്തടി? നിന്റെ മുഖം കണ്ടാൽ അറിയാം നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന്. ക്യാഷ് കിട്ടി, പക്ഷെ ചെക്കാണ്. എന്തല്ലേ ഇത്? ബോറല്ലേ ഇതൊക്കെ? ഛെ, ഇനി ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? അതിനെന്താ കുഴപ്പം? ഒരു അത്യാവശ്യത്തിനല്ലേ. എന്ത് അത്യാവശ്യം? നിന്റെ ആരാ അവള്? അവളോട് ചെന്ന് കാശ് കടം വാങ്ങിക്കാൻ ചെന്ന് ചോദിക്കേണ്ട താമസം. ചെക്ക് എഴുതി കൊടുക്കും ചെയ്തു. അവളെ കെട്ടിയോനല്ലേ. എന്റെ അഭി വെറുതെ അതും പറയല്ലേ. ഒരു ഹെൽപ്പ് ചോദിച്ചപ്പോ സഹായിച്ചു, അത്രയല്ലേ ഉള്ളൂ. അതിനെന്തിനാ ചീത്ത വിളിക്കുന്നത്? എന്തിനാ ഇത്ര സോഫ്റ്റ് കോർണർ? അവളുടെ കാശ് നമുക്ക് വേണ്ട. ഇത് ഡൊണേഷൻ ആയിട്ട് തന്നൊന്നല്ല, കടം തന്നല്ലേ. എങ്ങനെ തന്നതായാലും അവളുമായിട്ടുള്ള ഡീലിങ്സ് നമുക്ക് വേണ്ട. അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക്. അതൊക്കെ മോശമല്ലേ? അവൾ എന്ത് വിചാരിക്കും? അവൾ എന്തെങ്കിലും വിചാരിച്ചോട്ടെ. വേണ്ട, ഞാൻ തന്നെ കൊടുത്തേക്കാം. ഇവക്കിത് എന്തിന്റെ ഭ്രാന്താണ്? ആ, എന്താ എന്താ അഭിരാമി? വരൂ. ഇല്ല, കേറുന്നില്ല. കിച്ചണിൽ ഇത്തിരി ജോലിയുണ്ട്. എന്തേ? ഞാൻ ഈ ചെക്ക് തിരിച്ചു തരാൻ വന്നതാ. ലിയോക്ക് അറിയില്ലായിരുന്നു എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നു. സാരില്ല, എനിക്കത്ര അത്യാവശ്യമൊന്നുമില്ല. പിന്നെ എപ്പോഴെങ്കിലും തിരിച്ചു തന്നാ മതി. വേണ്ട സാന്ദ്ര, വെറുതെ എന്തിനാ. അപ്പൊ ഞാൻ പോട്ടെ. സാന്ദ്ര അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഏയ്, ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നലെ ഞാൻ ലിയോക്ക് തന്ന ചെക്ക് രാത്രി തന്നെ അഭിരാമി എനിക്ക് തിരിച്ചു വന്നു. അത് അവളുടെ ക്യാഷ് ഉണ്ടായിരുന്നു. അത്രയ്ക്ക് അത്യാവശ്യമില്ലാതെ ലിയോ എൻ്റെ അടുത്ത് വരില്ല എന്ന് എനിക്കറിയാം. വൈഫിനത് ഇഷ്ടമായിട്ടുണ്ടാവില്ല. അയ്യോ അതല്ല. ഏയ് സാരില്ല, ക്യാഷ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വൈഫിനോട് പറയാതിരുന്നാ പോരെ. ലിയോയുടെ ബുദ്ധിമുട്ട് എനിക്ക് ഊഹിക്കാനാവും. ഒരു സമയത്ത് ഇതൊക്കെ ഞാനും ഫേസ് ചെയ്തിട്ടുള്ളതാ. വേണ്ട, ഞാൻ വേറെ ഏതെങ്കിലും വഴി ആലോചിച്ചോളാം. എന്തിനേ? വൈഫിനെ പേടിച്ചിട്ടാണോ? ഞാൻ പറഞ്ഞില്ലേ അഭിരാമിയോട് ഇതൊന്നും പറയണ്ട. ആ, ഒരു പെണ്ണിന്റെ കോംപ്ലക്സുകളൊക്കെ എനിക്കും മനസ്സിലാവും. മാറി മാറി ഓരോ ക്യാരക്ടേഴ്സ് പെർഫോം ചെയ്യുന്നവളല്ലേ ഞാൻ. ടേക്ക് ഇറ്റ്, വാങ്ങിക്കേ. ഓക്കെ. ആ, ചെല്ലട്ടെ.